ഫ്രണ്ട്സ്, പ്രൈസ് ഗാഡ്. മക്കളെ, സുഖാണോ? സന്തോഷാണോ? ഹാപ്പിയാണോ? ജില്ലായിട്ട് പക്ക ഹാപ്പി ആയിട്ടിരിക്കണം. കാരണം നമ്മൾ ഈശോപ്പയുടെ മക്കളാണ്. ഈ ലോകത്തില് ഈ ലോകത്തിൽ എല്ലാറ്റിനും മാറ്റമുണ്ട്. മാറ്റമില്ലാത്തതായിട്ട് ഒന്നുമില്ല, അല്ലേ? നമ്മുടെ ആരോഗ്യത്തിന് മാറ്റം വരും, അനുഭവങ്ങൾക്ക് മാറ്റം വരും, ഫ്രണ്ട്ഷിപ്പിന് മാറ്റം വരും, കാണുന്ന വ്യക്തികൾക്ക് മാറ്റം വരും, പിന്നെ ഇട്ടിരിക്കുന്ന ഡ്രസ്സിന്, വസ്ത്രത്തിന് മാറ്റം വരും. ഇങ്ങനെ എല്ലാത്തിനും മാറ്റം വരും. എന്നാൽ മാറ്റം വരാത്ത ഒരു കാര്യമുണ്ട്. എന്തായിരിക്കും? ഇത് ഇവിടെ തന്നെ ഉണ്ട് മാറ്റം വരാത്ത ഒരു കാര്യം. വചനം ഇന്നും നാളെയും മറ്റന്നാളും നിലനിൽക്കും. എന്നും നിലനിൽക്കുന്ന, ജീവനുള്ള, നിലനിൽപ്പുള്ള, ശക്തിയുള്ള ഒന്നേ ഉള്ളൂ, ദൈവത്തിൻ്റെ വചനം. ഈ വചനത്തിന് ഒരു പവറുണ്ട്, ഒരു ഒടുക്കത്തെ പവറാണ്. ഒരു ആറ്റം ബോംബിനേക്കാളും 10 മടങ്ങ് ശക്തിയുള്ള വചനം. ബൈബിളിൽ എന്താ പറയണത്? മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിൽ നമ്മൾ കാണും, ആകാശവും ഭൂമിയും കടന്നു പോകും, എന്നാൽ എൻ്റെ വചനങ്ങൾ കടന്നു പോവുകയില്ല. യോഹന്നാൻ 1:1 എന്താ? ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പൊ ഈ വചനത്തിന് കുറച്ചു കാലത്തിന് മാത്രമേ പവർ ഉണ്ട്, അങ്ങനെയില്ല. മോനിപ്പോ കുഞ്ഞായിരിക്കുമ്പോഴും ഈ വചനം വായിച്ചാൽ പവറുണ്ട്, കുറച്ചുകൂടി വളർന്നാലും പവറുണ്ട്, വയസ്സാവുമ്പോഴും എപ്പോഴും നമ്മൾ കടന്നു പോയി മറ്റ് തലമുറ കടന്നു വന്നാലും ഭയങ്കര പവറാണ്. അപ്പം നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടതും നമ്മൾ കരുതേണ്ടതും ഏതാണ്? സമ്പത്തിനേക്കാളുപരി, വസ്ത്രങ്ങളെക്കാളുപരി, മറ്റെന്തിനേക്കാളുപരി ഇതുണ്ട്, ഉള്ളിലുണ്ടെന്ന് ഉറപ്പുവരുത്തണം, അല്ലേ? എന്ന് പറഞ്ഞാൽ വചനം വിശ്വസിക്കുന്നവന് അത്ഭുതം കാണാൻ പറ്റും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ, ഈ വിശ്വാസം ഉള്ളവന് വചനത്തിന്റെ അത്ഭുതം കാണാൻ പറ്റും. വചനം ഉള്ളിൽ നിക്ഷേപിച്ചവന് വചനത്തിന്റെ വില അറിയാൻ പറ്റും. അപ്പൊ ഉദാഹരണത്തിന് വിചാരിക്കുക, നമുക്ക് 1 ഏക്കർ സ്ഥലമുണ്ട്. എത്രയാ? 5 സെന്റ് അല്ല, 1 ഏക്കർ സ്ഥലം. അപ്പോൾ വിശാലമായ ഭൂമി. ഈ വിശാലമായ ഭൂമിയിൽ ഒരു വർഷം ഒരു പണിയും ചെയ്യുന്നില്ല, വെറുതെ കാലിയായിട്ടിട്ടേക്കുക. എങ്ങനെയെങ്കിലും അങ്ങ് വളരട്ടെ എന്ന് പറഞ്ഞ് ഫുൾ സ്വാതന്ത്ര്യം, ഫുൾ ഫ്രീഡം. നമ്മളൊന്നും ചെയ്യുന്നില്ല. ഒരു വർഷം വേണ്ട, ഒരു 6 മാസം കഴിഞ്ഞ് നമ്മൾ ആ സ്ഥലത്ത് പോയി നോക്കിയാൽ എന്താ കാണുക? എന്തെങ്കിലുമൊക്കെ പടർന്ന് പന്തലിച്ചിട്ടുണ്ടാവും. ആവശ്യമുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള ചെടികൾ വളർന്നിട്ടുണ്ടാകും. അത് കൊണ്ട് ആ സ്ഥലമെല്ലാം മൂടി. പിന്നെ പാമ്പ്, പഴുതാര, അട്ട തുടങ്ങിയ കാര്യങ്ങളൊക്കെ, ക്ഷുദ്രജീവികളൊക്കെ അതിൽ വരും. പിന്നെ ആ വസ്തുവിൻ്റെ ഉടമസ്ഥൻ തന്നെ അതിനകത്ത് കയറി സ്വതന്ത്രമായി നടക്കാൻ പേടിയായിരിക്കും. ആണോ അല്ലയോ? പേടിയായിരിക്കും, അല്ലേ? പിന്നെ പറമ്പിൽ ചേട്ടന്മാരെ കൊണ്ടുപോയി അതൊക്കെ വെട്ടി നിരത്തി കുറച്ച് പണിയാണ്, കാശും മുടക്കേണ്ടി വരും. അപ്പൊ ഇതുപോലെ എൻ്റെ മക്കളെ വിചാരിക്കുക, നമ്മുടെ ഹൃദയം ഒരു വിശാലമായ വയലാണ്. ഈ വയലിൽ നമ്മൾ എന്തെങ്കിലും ഒക്കെ നിക്ഷേപിച്ച് കാര്യമായിട്ടൊന്നും നല്ല ചെടികളൊന്നും നടാതിരുന്നാൽ ഈ കാട് പിടിക്കുന്നത് പോലെ അവസ്ഥയാവും നമ്മൾ. അത് വിചാരിക്കുക, നമ്മളിത് ചെറുതായി ഈ വചനത്തിന്റെ വിത്തുകളൊക്കെ നിക്ഷേപിക്കുകയാണെങ്കിലോ, പറമ്പിൽ നമ്മൾ കുഴിച്ചിട്ടാൽ തൊട്ടടുത്ത ദിവസം തന്നെ ചിലപ്പോൾ മുളച്ചു വരത്തില്ല, ഫലം വരത്തില്ല, കായ്ഫലം ഉണ്ടാകത്തില്ല. പക്ഷെ കുറച്ച് കാത്തിരിപ്പിന് ശേഷം തന്നെ പതിയെ മുളപൊട്ടി എന്ന് പറഞ്ഞ് ഇങ്ങനെ പടർന്ന് പന്തലിച്ച് നാളെ ആകുമ്പോൾ ഇഷ്ടമുള്ളതായിട്ട് നമുക്ക് പറിച്ച് കഴിക്കാം, വിശപ്പ് മാറ്റാം, അല്ലേ? അതുപോലെയാണ് ഈ വചനം. ഇനി ഒരു കാര്യം കൂടിയുണ്ട്, മനുഷ്യരായ നമുക്ക് പേടിയൊക്കെ ഉണ്ട്, ഇല്ലേ? പേടി, ഭയം, ടെൻഷൻ. ഉദാഹരണത്തിന് ഒരു കുഞ്ഞു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം സ്കൂളായിരിക്കും പേടി, ടീച്ചറിനെ ആയിരിക്കും പേടി, സ്റ്റേജ് പേടിയായിരിക്കും. കുറച്ചുകൂടി വലുതാകുമ്പോൾ പിന്നെ സബ്ജക്ട്സുകൾ നമ്മൾ ചിലപ്പം ഉദ്ദേശിക്കണം, മാർക്ക് കിട്ടത്തില്ല, സപ്ലി ആയിരിക്കും നമ്മുടെ ഒരു ടെൻഷൻ, റിലേഷൻഷിപ്പ് ആയിരിക്കും വേറൊരു പ്രശ്നം. കുറച്ചുകൂടി വലുതാകുമ്പോഴാണോ ഫാമിലി ലൈഫൊക്കെ ആകുമ്പോൾ കുറച്ച് ബാധ്യതകൾ, കടം, മക്കളെ നോക്കണം, കാശുണ്ടാക്കണം, ആൾക്കാരോട് കൃത്യമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കണം, വാക്കിന് വിലയുണ്ട്, ഇങ്ങനെ പല ടെൻഷൻ. അപ്പോൾ നമ്മുടെ ടെൻഷൻ വിചാരിക്കുക, ഇത്ര സാരമില്ല, ഇത്ര ആക്കിക്കോ, വേണ്ട ഇത്ര ആക്ക. പേടി, ടെൻഷൻ. പക്ഷെ നമ്മുടെ വിശ്വാസം ഇത്രയാണ്. നമ്മുടെ പേടി, ടെൻഷൻ ഒക്കെ ഇത്രയായി, വിശ്വാസം ഇത്രയേ ഉള്ളൂങ്കിലോ അത് വർക്കൗട്ട് ആവില്ല, അല്ലേ? അത് നമ്മൾ എന്നാ ചെയ്യണം? നമ്മളെ പേടി, ടെൻഷനൊക്കെ ഇത്രയൊക്കെ ആയിക്കോ, നോ പ്രോബ്ലം. പക്ഷെ വിശ്വാസത്തിൻ്റെ വലിപ്പം എത്രമാത്രം കൂട്ടാൻ പറ്റുമോ എത്രമാത്രം കൂട്ടണം. അപ്പോൾ ഇത്രയാകുമ്പോൾ 100% ഇതാണ്, അപ്പം 10% പേടി, ടെൻഷനൊക്കെ ആയാലോ? ഇല്ല, നമ്മൾ കണക്കിലല്ലേ, അതിന് വിലയില്ല, അങ്ങനെ അത് ഇൻസിഗ്നിഫിക്കൻ്റ് ആണ്. അപ്പോൾ അത് നമ്മൾ കൂട്ടണം.
അപ്പോൾ പ്രിയമക്കളെ, വചനത്തിനെ കൃത്യമായിട്ട് നമ്മൾ ബൈബിളൊക്കെ എടുക്കുമ്പോൾ, ഇപ്പം സാമുവൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഷടേന്ന് പറഞ്ഞ് എടുക്കണം. ഓക്കെ, അത് എവിടെയാണ് കിടക്കുന്നത്, അവസാനമാണോ തുടക്കമാണോ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ വരും. ഇപ്പം മത്തായി സങ്കീർത്തനങ്ങൾ ജോഷുവ കഴിഞ്ഞിട്ടാണോ ജോഷയ്ക്ക് മുന്നേ ആണോ, പ്രഭാഷകൻ വരുന്നത് എവിടെയാ, ആ പ്രഭാഷകൻ ആര് കഴിഞ്ഞിട്ടാണ് വരുന്നത്, ഇങ്ങനെയൊക്കെ നമുക്ക് കൺഫ്യൂഷൻ വരത്തില്ലേ. അപ്പോൾ നമ്മൾ ഒരു പ്രോഗ്രാമിനൊക്കെ പോയി ഇങ്ങനെ തപ്പി ഇരിക്കുമ്പോൾ ഇച്ചിരി നാണക്കേടൊക്കെ വരില്ലേ, ഇല്ലേ, ഇച്ചിരി മോശമാണ്. അതുകൊണ്ട് സിസ്റ്റർ ഒരു എളുപ്പ വഴി പറഞ്ഞുതരാം. അധ്യായങ്ങളും പുസ്തകങ്ങളൊക്കെ വേഗം എടുക്കാൻ. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ നമുക്ക് ബൈബിളിൽ എത്ര പുസ്തകങ്ങളാണ് ഉള്ളത്? പഴയ നിയമം പുതിയ നിയമം അല്ലേ, രണ്ട് ഇതുണ്ട്, പഴയ നിയമം പുതിയ നിയമം. രണ്ടും കൂടി കൂട്ടുമ്പോൾ നമുക്ക് എത്ര പുസ്തകങ്ങളുണ്ട്? എത്രയാ 73. കറക്റ്റ്, 73. ഇനി പഴയ നിയമത്തിലോ 46 പുസ്തകങ്ങൾ, പുതിയ നിയമത്തിൽ 27. ഓക്കെ, അതാണ് ദേ സിമ്പിൾ ബോർഡ് നോക്കിക്കേ, വളരെ സിമ്പിൾ ടെക്നിക്കായിട്ട് വേഗം പഠിക്കാൻ വേണ്ടി സിസ്റ്റർ കൊണ്ടുവന്നത്. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കോ, നമുക്ക് വേഗം പഠിക്കാം. ഒരു പാട്ടാണ്. ഈ പാട്ടിന് മുമ്പ് ഒരു കഥ പറഞ്ഞുതരാം. ഒരിടത്ത് റൂത്ത് എന്ന് പറയുന്ന ഒരു ആൻറ്റി ഉണ്ടായിരുന്നു. ഓക്കെ, ആൻറ്റിയുടെ പേരെന്താ മക്കളെ? റൂത്ത്. ഓക്കെ, റൂത്ത് ആൻറ്റിക്ക് 2 മക്കളുണ്ട്. ഓക്കെ, 2 മക്കളുടെ പേര് ജോസയും സൂസയും. ഓക്കെ, ഇനി ഈ ജോസയ്ക്കും സൂസയ്ക്കും 5 കസിൻസ് ഉണ്ടായിരുന്നു. 3 ആൺകുട്ടികളും 2 പെൺകുട്ടികൾ. ഓക്കെ, അപ്പൊ ജോസയും സൂസയും അവർക്ക് 5 കസിൻസ് ഉണ്ടായിരുന്നു. അതാണ് എസ്ര, നെഹമ്യ, തോബിത്ത്, യൂദിത്ത്, എസ്തർ. യൂദിത്തും എസ്തറും പെൺകുട്ടികൾ, എസ്ര, നെഹമ്യ, തോബിത്ത് 3 ആൺകുട്ടികൾ. ഓക്കെ, ഇത്രയും പഠിച്ചല്ലോ. ഇനി ഈ 5 കസിൻസ് നല്ല പാട്ടുകാരാണ്. നിങ്ങൾ പാട്ടൊക്കെ കേട്ടില്ലേ, ക്ലാസിക്കൽ പാട്ടൊക്കെ ഇങ്ങനെ സരേ ഗ മ പദ നി സ സ നി ദ പ മ ഗ രി സ സ സ രെ രെ ഗ ഗ മ മ പ പ ദ ധ നി നി സ സ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ. ഇതുപോലെ നല്ല പാട്ടുകാരാണ്. അപ്പൊ ഇനി ഈ ജോസയ്ക്കും സൂസയ്ക്കും പ്രത്യേകതയുണ്ട്. അതാരുടെ പിള്ളേരാ? റൂത്ത് ആൻറ്റിയുടെ മക്കളാണ്. അപ്പൊ ഇവർ നല്ല പഠിപ്പിസ്റ്റാണ്, ബുജീസാണ്. ഷേക്സ്പിയേഴ്സ് എന്നൊക്കെ ഉള്ളവർ പറയും നല്ല ബുദ്ധിമാന്മാരാണ്. അവർ ഉത്തമൻ, ജ്ഞാനം, പ്രഭാഷണ പ്രസംഗത്തിനൊക്കെ പോയാൽ ഫസ്റ്റ് പ്രൈസ് അടിച്ചിട്ടേ വരത്തുള്ളൂ. പിന്നെ ഇച്ചിരി രാഷ്ട്രീയമൊക്കെ ഉണ്ടായിരുന്നേ. ലോകത്തിന് വേണ്ടി, രാജ്യത്തിന് വേണ്ടി പ്രതികരിക്കണം, നമ്മൾ വെറുതെ ഇരിക്കരുത്, പ്രതികരിക്കണം, പോരാടണം, ചൂഷണത്തിനെതിരെ ഫൈറ്റ് ചെയ്യണം എന്നൊക്കെ ഉള്ള ഒരു വാശിയാണ്. ഓക്കെ, അപ്പൊ എന്നാ ഇവരിങ്ങനെ സമരം വിളിക്കാനൊക്കെ പോയി അടിയൊക്കെ കൊണ്ട് വരുമ്പം ഡൽഹിയിലെ ഹോജയാണ് വന്ന് ഇറക്കിക്കൊണ്ട് വരുന്നത്. ഓക്കെ, ഇത്രയാണ് കഥ. പിടികിട്ടില്ലേ? ഓക്കെ, ഇനി ഈ 5 കസിൻസിന് വെക്കേഷൻ സമയത്ത് കുറച്ച് മാങ്ങ കിട്ടി, പച്ചമാങ്ങ കിട്ടി. അപ്പൊ ആ പച്ചമാങ്ങ ഇനി ഉപ്പും കൂട്ടി കഴിച്ചാൽ നല്ല രസമായിരിക്കും. ഓക്കെ, അപ്പൊ കുറച്ച് ഉപ്പിന് വേണ്ടി ആരുടെ? റൂത്ത് ആൻറ്റിയുടെ വീട്ടിൽ പോകുന്നതാണ് നമ്മുടെ സ്റ്റാർട്ടിങ് കഥയുടെ പ്രമേയം, തുടക്കം. ഓക്കെ, അപ്പൊ വിചാരിക്കുക ഉപ്പ് വാങ്ങാൻ പോകുന്നതാണ്. ബാക്കി പിടി കിട്ടിയല്ലോ. അപ്പൊ നമുക്ക് ഇനി ഈ ബോർഡിലേക്ക് നോക്കിയേ. അപ്പൊ ഈ ഉൽപ്പു ലേസം നിജോ ന്യാ റൂത്ത്, അപ്പൊ ഒന്ന് വായിച്ചേ. ഉൽപ്പു ലേസം നിജോ ന്യാ റൂത്ത്. ഓക്കെ, അപ്പൊ ഉപ്പ് ലേശം, നമ്മൾ ലേശം എന്ന് പറയത്തില്ല, ലേശം തായോ, അപ്പൊ ലേശത്തിന് ലേസം. ഓക്കെ, അപ്പം പാട്ടിങ്ങനെയാണ്. ഉൽപ്പു ലേസം നിജോ ന്യാ റൂത്ത്. എങ്ങനെയാ? ഉൽപ്പു ലേസം നിജോ ന്യാ റൂത്ത്. ഉൽപ്പത്തി. അടുത്ത പൂവിന്റെ അടുത്തെന്നാ പുറപ്പാട്. ലേവിയർ, സംഖ്യ. ഇത്ര ഇപ്പൊ നമ്മൾ എത്ര 4 ബുക്കാ പഠിച്ചേ. ഓക്കെ, ഉൽപ്പത്തി, പുറപ്പാട്, ലേവിയർ, സംഖ്യ. നിജോ ന്യാ റൂത്ത്, നിയമാവർത്തനം. ജോഷുവ. അടുത്തെന്താ? നിജോ ന്യാ റൂത്ത്, ന്യായാധിപന്മാർ, റൂത്ത്. ഓക്കെ, അപ്പൊ നമ്മൾ എത്ര പുസ്തകം പഠിച്ചു? ഉൽപ്പത്തി, പുറപ്പാട്, ലേവർ, സംഖ്യ, നിജോ ന്യാ റൂത്ത്, നിയമാവർത്തനം, ജോഷുവ, ന്യായാധിപന്മാർ, റൂത്ത്. ഓക്കെ, ഇവര് റൂത്ത് ആൻറ്റിയുടെ അടുത്ത് വന്ന് ഇച്ചിരി ഉപ്പ് ചോദിച്ചു. എന്നിട്ട് ആൻറ്റി ഉപ്പെടുക്കാൻ വേണ്ടി അകത്തേക്ക് പോയപ്പോ ഇവര് പാട്ടുപാടി. എന്താ? സ സ രാ രാ ദീദി. ഓക്കെ, സ സ രാ രാ ദീദി. അപ്പൊ അത്രയും പാടിക്കേ. ഉൽപ്പു ലേസം നിജോ ന്യാ റൂത്ത്, സ സ രാ രാ ദീദി. ആരൊക്കെയാ പാടിയേ? എസ്ര, നെഹമ്യ, തോബിത്ത്, യൂദിത്ത്, എസ്തർ. ഇവിടെ കിട്ടിയ ഒരു വിധമായില്ലേ? എന്നുവെച്ചാൽ ഉപ്പ് വാങ്ങാൻ വേണ്ടി പോയി 5 പേര് പാടി. എന്താ പാട്ട് പാടിയത്? സസാരാരാ ദീദി. ഇനി അടുത്തന്നെ എസ്ര, നെഹമ്യ, തോബിത്ത്, യൂദിത്ത്, എസ്തർ. ഓക്കെ, ഇത്രയും കഴിയുമ്പോൾ ആൻറ്റി ഉപ്പുമായിട്ട് തിരിച്ചു വരും. തിരിച്ചു വരുമ്പോ
ആ ഒരു മക്കളെ എന്ന് വിളിക്കത്തില്ലേ നമ്മുടെ അമ്മയും പപ്പയൊക്കെ? മക്കളെ നിങ്ങൾ എങ്ങോട്ട് പോയി, എവിടെയാ മോനെ, എവിടെ എന്ന് വിളിക്കില്ലേ? അതിന്റെ ഷോർട്ട് ഫോം ആണ് മക്ക. ഓക്കെ. റൂത്ത് ആന്റി വന്നപ്പോ 5 പിള്ളേർ ഇരിപ്പുണ്ട്, സ്വന്തം പിള്ളേരെ ജോസയും സൂസയും കാണാനില്ല. അപ്പം വിളിക്കുവാണ്, മക്ക മക്ക ജോസ സൂസ. പിടിയിട്ടില്ലേ? ഓക്കെ. അപ്പൊ മക്ക മക്ക എന്ന് പറഞ്ഞാൽ 1 മക്കാബായർ, 2 മക്കാബായർ. ജോസ സൂസ എന്ന് പറയുമ്പോ ജോബ്, സ സങ്കീർത്തനങ്ങൾ, അടുത്ത സൂസ സുഭാഷിതങ്ങൾ, സഭാപ്രസംഗകൻ. കിട്ടിയാ? അപ്പൊ വേഗം നല്ലല്ലേ? അപ്പൊ ഒന്നിച്ച് പാടിക്കേ. ഉൽപുലേസം നിജന്യാറൂത് സസരാരാധിതി എസ്രാനേമിയ തോബിത് യൂദിത് എസ്തർ മക്ക മക്ക ജോസ സൂസ ഉത്തമൻ, ജ്ഞാനം, പ്രഭാഷകൻ. ഇനി ഈ മക്കളുടെ ഗുണങ്ങളാണ് നല്ല വളരെ. ഓക്കെ. ഉത്തമൻ, അടുത്ത് ജ്ഞാനം, ബുദ്ധിശാലി. ഓക്കെ. സ്മാർട്ട്, ഇന്റലിജന്റ് കുഞ്ഞുങ്ങളാണ്. ഓക്കെ. ഉത്തമൻ, ജ്ഞാനം, പ്രഭാഷകൻ. ഓക്കെ. ആക്ഷനൊക്കെ ഇട്ട് നിങ്ങളൊന്ന് പഠിച്ചു നോക്കിക്കേ, വേഗം കിട്ടിക്കോളും. ഓക്കെ. ഉത്തമൻ, ജ്ഞാനം, പ്രഭാഷകൻ. ഇനി സിസ്റ്റർ പറഞ്ഞില്ലേ സമരം വിളിക്കാൻ പോകുന്ന. ഓക്കെ. യെശയ്യ, ജെറമിയ ഒക്കെ വിളിക്കുമ്പോ ചിലപ്പോ അടിയൊക്കെ കിട്ടും. വിലാപങ്ങൾ, ബാറൂക്ക്. എന്നാലും നിർത്തുവോ? ഇല്ല, പോരാടണം, ധീരതയോടെ പോരാടണം. ഓക്കെ. അപ്പൊ എങ്ങനെയാ? യെശയ്യ, ജെറമിയ, വിലാപങ്ങൾ, ബാറൂക്ക്, എസെക്കിയേൽ, ദാനിയേൽ, ഹോജോ, ആ ഹോയോന. നേരത്തെ പറഞ്ഞില്ലേ അടികൊണ്ട് തളരുമ്പോൾ അവരെ ഇറക്കാൻ വേണ്ടി ഡൽഹിയില് ഹോജ വരും. അപ്പൊ മക്കൾ ഇവിടെ ശ്രദ്ധിച്ചു നോക്കണം. ഹോജോ, ആ ഹോയോന, ഹോസിയ, ജോയേൽ, ആമോസ്, ഒബാദിയ. ഓക്കെ. തെറ്റരുത്, കുറിച്ച് മനസ്സിരുത്തി പഠിച്ചാൽ മതി, കിട്ടും. മിക്കാനാഹും, ഹസ്സേ, ഹസ്സ, മലാക്കി. ഓക്കെ. മിക്കയും നാഹും അതേ പുസ്തകമാണ്. ഹസ്സേ, ഹബക്കൂക്ക്, സെഫാനിയ, ഹഗായി, സക്രിയ, മലാക്കി. തീർന്നു. ഓക്കെ. 46 പുസ്തകങ്ങൾ തീർന്നു. അപ്പം നമുക്ക് ഒരു ഓർഡറിൽ വേഗം നമുക്ക് പഠിക്കാനും, ഇതൊന്ന് പഠിച്ചു വെച്ചാൽ നമുക്ക് വേഗം മനസ്സിലാക്കാൻ പറ്റും. അപ്പം നമുക്കൊന്നും കൂടി പാടാം. ഓക്കെ. 1 2 3 ഗോ. ഉൽപുലേസം നിജന്യാറൂത്. ഉൽപ്പത്തി, ലേവ്യർ, സംഖ്യ, നിയമാവർത്തനം, ജോഷുവ, ന്യായാധിപന്മാർ, റൂത്ത്. ഓക്കെ. അടുത്തത് സസരാരാധീതി. 1 സാമുവേൽ, 2 സാമുവേൽ. 1 രാജാക്കന്മാർ, 2 രാജാക്കന്മാർ. 1 ദിനവൃത്താന്തം, 2 ദിനവൃത്താന്തം. ഓക്കെ. എസ്രാ, നെഹെമിയ, തോബിത്ത്, യൂദിത്ത്, എസ്തർ. എസ്രാ, നെഹെമിയ, തോബിത്ത്, യൂദിത്ത്, എസ്തർ. ഓക്കെ. മക്ക മക്ക ജോസ സൂസ. 1 മക്കാബായർ, 2 മക്കാബായർ. ജോബ്, സങ്കീർത്തനങ്ങൾ, സുഭാഷിതങ്ങൾ, സഭാപ്രസംഗകൻ. അടുത്തത് ഉത്തമൻ, ജ്ഞാനം, പ്രഭാഷകൻ. ഉത്തമഗീതം, ജ്ഞാനം, പ്രഭാഷകൻ. ഓക്കെ. യെശയ്യ, ജെറമിയ, വിലാപങ്ങൾ, ബാറൂക്ക്, എസെക്കിയേൽ, ദാനിയേൽ, ഹോജോ, ആ ഹോയോന. ഓക്കെ. യെശയ്യ, ജെറമിയ, വിലാപങ്ങൾ അതുപോലെ തന്നെ ബാറൂക്ക്, എസെക്കിയേൽ, ദാനിയേൽ, അതുവരെ സെയിം ആണ് പുസ്തകങ്ങൾ. അടുത്ത ഹോജോ, ഹൊസിയ, ജോയേൽ, ആമോസ്, ഒബാദിയ, യോന, മിക്ക, നാഹും. അടുത്ത് ഇത്രയേ ഉള്ളൂ വ്യത്യാസം. ഹസ്സേ, ഹസ്സ, മലാക്കെ. ഹബക്കൂക്ക് എന്ന് കുറേതല്ലേ. ഹബക്കൂക്ക്, സെഫാനിയ, ഹഗായി, സക്രിയ, മലാക്കി. പഠിച്ചോ? ഇതാണ് പഴയ നിയമത്തിലെ പുസ്തകങ്ങൾ ഓർഡറായിട്ട് പഠിക്കാനുള്ള ഒരു സിമ്പിൾ ടെക്നിക്ക്. ഓക്കെ. അപ്പൊ എന്നാ നമ്മൾ പുതിയ നിയമം പഠിച്ചില്ലെങ്കിൽ മോശമല്ലേ? അത് ബഹുത്ത് ഈസിയാണ്. ബഹുത്ത് ഈസി എന്ന് വെച്ചാൽ വളരെ ഈസിയാണ്, സിമ്പിളാണ്. പണ്ടത്തെ ഒരു ഹിന്ദി പാട്ടിന്റെ ഒരു ട്യൂണാണ്. അപ്പൊ ആദ്യത്തെ 4 സുവിശേഷങ്ങൾ ഏതൊക്കെയാ? മത്തായി, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. 4 പുസ്തകം. അത് കഴിഞ്ഞ് നടപടി എന്ന് പറയുന്നത് അപ്പോസ്തല പ്രവർത്തനങ്ങളെ നടപടി പുസ്തകങ്ങൾ എന്ന് പറയും. അപ്പൊ നടപടി. അത് കഴിഞ്ഞിട്ട് ലേഖനങ്ങളാണ് വരുന്നത്. ആദ്യത്തെ 13 ലേഖനങ്ങള് പൗലോസിന്റെ സ്വന്തമാണ്. പൗലോസ് അപ്പോസ്തലൻ എഴുതിയ ലേഖനങ്ങളാണ്. പിന്നെ അത് ഹെബ്രായർക്ക് എഴുതിയ ലേഖനം നമ്മൾ പൗലോസ് ആണോ എഴുതിയതെന്നുള്ള ഒരു സംശയമുള്ളത് കൊണ്ട്, അത് ഉറപ്പ് ഇല്ലാത്തതിനാൽ ആ ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തെ കാത്തോലിക ലേഖനങ്ങളിലാണ് ചേർത്തിരിക്കുന്നത്. ഓക്കെ. കാത്തോലിക ലേഖനങ്ങൾ ഈ ഹെബ്രായർ കഴിഞ്ഞു വരുന്ന 8 ലേഖനങ്ങളാണ്. ഓക്കെ. അപ്പൊ നമുക്ക് ആ പഴയ പാട്ടിന്റെ ട്യൂണാണ്. ഓക്കെ. ബോർഡിലേക്ക് നോക്കിക്കോ. മത്തായി, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ സുവിശേഷങ്ങൾ നടപടി തുടർന്നു കാണാം. പിന്നെയോ
21 ലേഖനങ്ങൾ എന്താണ് നമ്മൾ അത് നമുക്ക് ഇവിടെ വായിക്കുമ്പോൾ മനസ്സിലാക്കും. റോ കോ കോ ഗായെ ഫിലി, ഒന്ന് ശ്രദ്ധിച്ചു നോക്കി, വേഗം നോക്കിയാൽ ഇതെന്താ നമുക്ക് ഒരു പിടുത്തം കിട്ടത്തില്ല. റോ റോമാക്കാർക്ക് എഴുതിയ ലേഖനം. കോക്കോ 1 കൊറിന്തോസുകാർ, 2 കൊറിന്തോസുകാർ. ഓക്കെ. ഗായെ ഗായെ ഫിലി കോ തേ തേ തീ തീ. ഓക്കെ. ഗാ എന്ന് പറഞ്ഞാൽ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം, ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം. എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം. പിന്നെ കൊളോസോസുകാർക്ക് 1 തെസലോണിക്ക, 2 തെസലോണിക്ക, 1 തിമത്തിയോസ്, 2 തിമത്തിയോസ്. ഇത് തീത്തോസിന് എഴുതിയ ലേഖനം. ഫിലമോൻകാർക്ക് എഴുതിയ ലേഖനം. ഹയ്യ എന്ന് പറയാ ഹെബ്രായർ യാക്കോബ്. ഓക്കെ, ഹെബ്രായർ യാക്കോബ്. പിന്നെ പത്രോസ് എഴുതിയ 1-2 ലേഖനങ്ങൾ, യോഹന്നാൻ എഴുതിയ 1-2 ലേഖനങ്ങൾ കാണാം. അത് കഴിഞ്ഞിട്ട് യൂദാസ് എഴുതിയ ലേഖനം കാണാം, ലാസ്റ്റ് വെളിപാട്. ഓക്കെ, ഇത്രയും ചേർക്കുമ്പോൾ ഇത്രയും ഒരു കുഞ്ഞു പാരഗ്രാഫ് നമ്മൾ പഠിച്ചാൽ 27 പുസ്തകങ്ങൾ നമുക്ക് ഓർഡറിൽ കിട്ടും. അപ്പൊ നമുക്കൊന്ന് പഠിച്ചാലോ? ഓക്കെ. മത്തായി, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ സുവിശേഷങ്ങൾ നടപടി തുടർന്നു കാണാം. പിന്നെയോ 21 ലേഖനങ്ങൾ. ആ 21 ലേഖനങ്ങളാണ് അടുത്ത് പറയുന്നത്. ഓക്കെ. റോക്കോക്കോ ഗായെ ഫിലിക്കോ തേ 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 തീ തീത്തോസ് ഫിലമൻ ഹയ്യ പത്രോസ് 1-2 യോഹന്നാൻ 1-2-3 യൂദാസ് വെളിപാട്. സംഭവം തീർന്നു. ഓക്കെ. അപ്പൊ മക്കൾ പഠിക്കുമല്ലോ. ഒരു 2-3 തവണ തന്നെയും പിന്നെയും ഒക്കെ പാടി നോക്കുക, നമുക്ക് വേഗം പഠിക്കാൻ പറ്റും. ഓക്കെ. അപ്പൊ നമ്മൾ ഇത്രയും സമയം പഠിച്ചത് എന്താണ്? പുതിയ നിയമത്തിലെ പുസ്തകങ്ങളും പഴയ നിയമത്തിലെ പുസ്തകങ്ങളും ഓർഡറായിട്ട് നമ്മൾ പഠിച്ചു, ഒരു 2 പാട്ടിലൂടെ. അപ്പൊ ഈ പാട്ട് പഠിച്ചാൽ നമുക്ക് വേഗം പുസ്തകങ്ങളും അധ്യായങ്ങളും ഒക്കെ വേഗം നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, നമ്മൾ പാട്ട് പഠിച്ചു. ഇനി കുറച്ച് കാര്യങ്ങൾ ബൈബിളിനെ പറ്റി സിസ്റ്റർ പറഞ്ഞേട്ടെ. ജീവിതത്തിന് വേണ്ടിയുള്ള സമ്പത്താണ് സിസ്റ്റർ തരാൻ പോകുന്നത്. വായോ, നമുക്കിരുന്ന് കുറച്ച് ബൈബിളിനെ പറ്റി കുറച്ച് നമുക്ക് ചിന്തിക്കാം. അപ്പൊ മക്കൾ ശ്രദ്ധിച്ചു നോക്കിയേ, എൻ്റെ അടുത്തേക്ക് വരണം, നമുക്ക് ഒന്നിച്ചിരുന്ന് ചിന്തിക്കാം. ഓക്കെ, ചിന്തിച്ചു നോക്കിയാൽ ഈ ശരീരം, ഓക്കെ, ഇതൊന്നും മെനയായിട്ട് കൊണ്ടുപോകാൻ നല്ല പ്രസന്റബിൾ ആക്കി, അതൊക്കെ മറ്റുള്ളവരൊന്നും പറയാത്ത രീതിയിൽ നല്ല മെനയാക്കി കൊണ്ട് നടക്കാൻ വേണ്ടി എത്രയോ സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് അല്ലേ? നല്ല മോടിയുള്ള ഡ്രസ്സ് ഇടും, പിന്നെ എന്താണ് മേക്കപ്പ് ചെയ്യും, നല്ല മനോഹരമാക്കാം നമ്മൾ ചെയ്യും, മനോഹരമാക്കും. ഇത് എത്ര കാലം നിൽക്കും? നമ്മളിങ്ങനെ വളരും തോറും മസിൽസൊക്കെ എന്താണ് ചുരുങ്ങും, മുഖത്തിന് ഭംഗി കുറയും, വയസ്സാകും തോറും ഉള്ളിലെ ആന്തരാവയവങ്ങളൊക്കെ ജീർണിച്ചു തുടങ്ങും. ഇനി നമ്മൾ പഠിക്കുന്നത് നോക്കിയേ, ജനിച്ച് നമുക്ക് ഇത്തിരി വിവരമല്ല, കുറച്ച് പ്രായം, എന്താ 4-5 വയസ്സാകുമ്പോഴേ നമ്മൾ ABCD പഠിക്കാനും കാര്യങ്ങൾ അറിയാനും ഒക്കെ വേണ്ടി നമ്മൾ ശ്രമിക്കുകയാണ്. ആ ശ്രമം 10-25 വയസ്സ് കഴിഞ്ഞാലും ചിലപ്പോൾ നമ്മുടെ പഠനം തീരത്തില്ല. അത്രയും സമയം, അത്രയും വർഷം നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് സർട്ടിഫിക്കറ്റ്സോ നാളെ ഒരു കാലത്ത് അത് ചവിട്ടുകുട്ടയിൽ പോകും അല്ലേ? അത്രയൊക്കെ ഉള്ളൂ അതിൻ്റെ കപ്പാസിറ്റി. എന്നാൽ എൻ്റെ മക്കളെ, ഇത് നിങ്ങളുടെ ഉള്ളിൽ നിക്ഷേപിച്ചാൽ അത് നമ്മളെ മരണം വരാം. ഒരുപക്ഷെ മരണം കഴിഞ്ഞ് നമ്മൾ അടുത്ത ലോകം ഇങ്ങനെ കൊതിയോടെ കാത്തിരിക്കുകയാണ്, സ്വപ്നം കാണുവാണ്. ഇവിടെ തീരുന്നതല്ല, മണ്ണോട് മണ്ണ് ചേരുന്നതല്ല നമ്മുടെ ജീവിതം. നമ്മളെ സൃഷ്ടിച്ച ഡിസൈൻ ചെയ്ത ദൈവത്തെ ഇങ്ങനെ മുഖാമുഖം കാണാനുള്ള ഒരു യാത്രയുണ്ട്. ആ യാത്രയിൽ ആ ദൈവത്തെ നമ്മളിങ്ങനെ കൊതിയോടെ കാത്തിരിക്കുകയാണ്. ഒരു കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ ആയിരിക്കുമ്പോൾ അറിയില്ലല്ലോ പുറത്തിങ്ങനെ ഒരു വിശാലമായ സുന്ദരമായ ഒരു ലോകം ഉണ്ടെന്ന്. അപ്പൊ അതുപോലെ നമ്മൾ പ്രതീക്ഷയോടെ അടുത്ത ലോകത്തില് തമ്പുരാനെ നേരിൽ കാണാൻ, വിശുദ്ധരോടൊപ്പം ജീവിതം ആസ്വദിക്കാനൊക്കെ ഒരു കാത്തിരിപ്പുണ്ട്. ഓക്കെ, അതുവരെ എൻ്റെ മക്കളെ ഈ വചനം നമ്മളെ സഹായിക്കും. ഇന്നത്തെ ലോകത്ത് ഒന്ന് ചിന്തിച്ചു നോക്കുക, നമ്മുടെ ചുറ്റും ഒന്ന് കണ്ണോടിച്ച് നോക്കിക്കേ. ഈ ലോകത്തിലെ പ്രഗത്ഭരായ മഹത് വ്യക്തികളെ ചുമ്മാ ഒന്ന് ചിന്തിച്ചു നോക്കേ. നമുക്ക് ഓരോ ഫീൽഡ് എടുക്കാം. രാഷ്ട്രീയം ചിന്തിച്ചു നോക്കേ. ഇന്ന് നമ്മളോടൊപ്പം ജീവിക്കുന്ന, നമ്മളോടൊപ്പം ഈ ലോകത്ത് ഉള്ള പ്രഗത്ഭരായ വ്യക്തികൾ, നമ്മുടെ കേരള രാഷ്ട്രീയത്തിലെ പ്രമുഖരായിട്ടുള്ള, നമ്മുടെ മനസ്സിൽ ഒരു ഇടമൊക്കെ പിടിച്ച് രാഷ്ട്രീയ നേതാക്കൾ വചനം കോട്ട് ചെയ്ത് പറയുന്ന കേട്ടിട്ടില്ലേ? അവർ രാവിലെ ഒരു അധ്യായമെങ്കിലും വായിച്ചിട്ടാണ് അവരുടെ ജീവിതം ആരംഭിക്കുന്നത്, ദിവസം തുടങ്ങുന്നത്. പക്ഷെ അവർ മാമോദീസ എടുത്ത് ക്രിസ്ത്യാനികളാകണമെന്നില്ല. പക്ഷെ ഈശോ ഭയങ്കര ഇഷ്ടമാണ്. ദൈവം പറയുന്ന കാര്യങ്ങൾ കേൾക്കാനും അനുസരിക്കാനും ഒക്കെ സമയവും വിലയും കൊടുക്കുന്ന മനുഷ്യരെ.
ഇനി നമ്മുടെ കേരളം വിട്ട അതിർത്തി നോക്കിയേ, അതിർത്തിയിലെ നമ്മുടെ പ്രമുഖൻ ഒക്കെ അവരൊക്കെ എന്നാ ദൈവാശ്രയം ഉള്ളവരും പ്രത്യേകിച്ച് വചനം വായിച്ച് കുട്ടിക്കാലം മുതലേ വളർന്ന ആൾക്കാരാണ്. ആ കുട്ടിക്കാലത്ത് നിക്ഷേപിച്ച വിത്താണ് ഇന്ന് വളർന്നു വന്നപ്പം പ്രതിസന്ധികളുടെ കാറ്റ് അടിച്ചാലും തകരാതെ തരിപ്പണമാകാതെ ഇന്നും പിടിച്ചു കയറി ഇങ്ങനെ പട്ടിയായി അവർ കയറി പോകുന്നത്. ഓക്കെ, ഇനി ക്രിക്കറ്റ് ഫീൽഡൊക്കെ എടുത്തേ, അതിലും ഇല്ലേ നമുക്ക് കഴിഞ്ഞ വർഷം വേൾഡ് ക്രിക്കറ്റ് നേടിയ പെൺകുട്ടിയെ നമുക്കറിയാം അല്ലേ? ഇങ്ങനെ നമ്മുടെ കേരളത്തിൽ തന്നെയുള്ള പ്രമുഖ കളിക്കാരനെ നമുക്കറിയാം, ഫുട്ബോളിലെ ആളെ അറിയാം. ഇനി കുറച്ചുകൂടി നമ്മുടെ പരിധി വിട്ട് ചിന്തിച്ചു നോക്കിയേ, പണ്ടോ ഗാന്ധിജി തുടങ്ങി, ഗാന്ധിജി, സ്വാമി വിവേകാനന്ദൻ, ഒബാമ, നെൽസൺ മണ്ടേല, അങ്ങനെ എക്സെട്ര കോമയിട്ട് പോകാൻ പറ്റും. നമുക്ക് ഒരിക്കലും ഫുൾ സ്റ്റോപ്പ് ഇടാൻ പറ്റത്തില്ല. അത്രമാത്രം വ്യക്തികളെ സ്വാധീനിച്ചത് അവർ പഠിച്ച യൂണിവേഴ്സിറ്റി അല്ല, ഓക്കെ, അവർ പോയ സ്കൂളല്ല, അതിനേക്കാൾ ഉപരി അവരുടെ ജീവിതത്തിന് ഒരു മാറ്റം കൊണ്ടുവന്നത് മക്കളെ വചനമാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകണം, ക്ലൈമാക്സ് സൂപ്പറാക്കി മാറ്റണം. ഓക്കെ, അസാധ്യം എന്നുള്ള ഒരു വാക്ക് നമ്മുടെ ഡിക്ഷണറിയിൽ കാണാൻ പാടില്ല. തമ്പുരാനെ കൂട്ടുപിടിച്ചവർക്ക് അസാധ്യം എന്നുള്ള വാക്കില്ല. ഓക്കെ, പക്ഷെ മനുഷ്യൻ ലിമിറ്റഡ് ആണ്, നമുക്ക് ഒരുപാട് പരാതികളും പരിമിതികളും പ്രശ്നങ്ങളും ഉണ്ട്. പക്ഷെ ആ പ്രശ്നങ്ങൾക്കപ്പുറം ചവിട്ടിക്കേറാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞ സ്ഥാനത്ത് പറ്റും എന്ന് പറഞ്ഞ് തെളിയിച്ച് ചരിത്രം തിരുത്തി കുറിക്കാൻ മക്കളെ ഇത് കയ്യിൽ പിടിക്കണം. ഓക്കെ, ഇത് വായിക്കണം. പക്ഷെ സത്യം പറഞ്ഞാലുണ്ടല്ലോ, ഇതൊക്കെ കയ്യിൽ പിടിക്കാന്നൊക്കെ ചിലപ്പോൾ നാണക്കേട് തോന്നും. എത്ര ഭാരമുള്ള ബൈബിൾ, അതേമേ മൊബൈലാണെങ്കിൽ ഓക്കെ, ഐഫോണാണ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പിടിച്ചുകൊണ്ട് നടക്കാൻ ഒരു സുഖമാണ്, ഒരു ഗമയാണ്. ആ സ്ഥാനത്ത് ഇത് പിടിക്കുമ്പോഴോ ആൾക്കാർ കളിയാക്കും അല്ലേ, വായിക്കാൻ ഇഷ്ടമില്ല. പിന്നെ പ്രത്യേകിച്ച് നമ്മൾ ചിലപ്പോൾ മലയാളം കുത്തിയിരുന്ന് വായിക്കുക, ഇംഗ്ലീഷ് വായിക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര ബോറാണ് അല്ലേ. സിസ്റ്ററിന് മനസ്സിലാവും, നിങ്ങളുടെ വികാരങ്ങൾ, നിങ്ങളുടെ അവസ്ഥയൊക്കെ മനസ്സിലാവും. പക്ഷെ എൻ്റെ കുട്ടാ, നിങ്ങൾ ഇതൊക്കെ പിടിക്കണം. പിടിക്കുമ്പം പറയണം, ഈശോയെ ഞാൻ ബൈബിൾ പഠിക്കുകയാണല്ലോ, ദൈവം വചനം ഞാൻ ഇതുപോലെ പിടിക്കുന്നത് പോലെ നീ എന്നെ അങ്ങ് പിടിച്ചേക്കണം. ഞാൻ ഈ മടിയിൽ ഇങ്ങനെ വെക്കുകയാണല്ലോ, സ്നേഹത്തോടു കൂടി ഇങ്ങനെ വെച്ച് തലോടുമ്പോൾ എൻ്റെ ഈശോയുടെ മടിത്തട്ടിൽ ഞാനിതാ ബൈബിൾ എൻ്റെ മടിത്തട്ടിൽ വെക്കുന്നത് പോലെ നിൻ്റെ മടിത്തട്ടിൽ എന്നെയും വെക്കണേ. ഞാനിതുപോലെ കൊണ്ട് നടക്കുമ്പോൾ നീ നിൻ്റെ കൈവിരലിൽ പിടിച്ച് എന്നെയും കൊണ്ട് നടക്കണമേ. ഇങ്ങനെ നമുക്ക് പറഞ്ഞൂടെ? ഓക്കെ, പറഞ്ഞിട്ട് പരിശുദ്ധാത്മാവെ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് ഓരോ ദിവസവും എൻ്റെ മക്കളെ നിങ്ങളിതുപോലെ വചനം വായിക്കണം. കുഞ്ഞു ഒത്തിരി വായിക്കാനൊക്കെ ബോറാണെങ്കിൽ സാരമില്ല, സ്റ്റാർട്ട് വിത്ത് 2 or 3 സെൻറ്റൻസസ്, കുഞ്ഞു വചനങ്ങൾ. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു വചനം പറഞ്ഞുതരാം, ഏശയ്യ 54:13. അതെന്നാ പറയണത്? കർത്താവ് നിന്റെ പുത്രരെ പഠിപ്പിക്കും, അവർ ശ്രേയസാർജിക്കും. ഓക്കെ, അപ്പൊ അമ്മ പറയുവാണ്, കർത്താവ് എൻ്റെ മകനെ പഠിപ്പിക്കും, അവൻ ശ്രേയസാർജിക്കും. അമ്മയ്ക്കും പപ്പയ്ക്കും ഒക്കെ എന്തുമാത്രം ടെൻഷനായിന്ന് അല്ലേ. ഈ വചനം വാഗ്ദാനമാണ്, വാഗ്ദാനം നിറവേറും. ഇനി മകൻ പ്രാർത്ഥിക്കുകയാണ്, കർത്താവ് എന്നെ പഠിപ്പിക്കും. അതായത് കർത്താവാണ് എൻ്റെ കോച്ച്, എൻ്റെ ഡയറക്ടർ, എൻ്റെ ട്യൂഷൻ ടീച്ചർ, എൻ്റെ എല്ലാം. കർത്താവ് കൈവച്ചാൽ നശിച്ചു പോകത്തില്ല അല്ലേ. കർത്താവ് എന്നെ പഠിപ്പിക്കും, ഞാൻ ശ്രേയസാർജിക്കും. ഓക്കെ, ഇനി ചേച്ചി അനിയന് വേണ്ടി പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആ വചനം എങ്ങനെ പറയാം? കർത്താവ് എൻ്റെ അനിയനെ പഠിപ്പിക്കും, അവൻ ശ്രേയസാർജിക്കും. കണ്ടോ, വിശ്വാസം. ഇനി ഒരു ഹെൽപ്ലെസ് സിറ്റുവേഷൻ ആണ്, അയ്യോ എനിക്ക് ആരും സഹായിക്കാനില്ല, എന്നെ സഹായിക്കാൻ ആരില്ല, എന്ത് ചെയ്യും? അപ്പം നമ്മൾ 121 സങ്കീർത്തനം, പർവ്വതങ്ങളിലേക്ക് കണ്ണുകൾ ഉയർത്തി, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന് വരും. ഓക്കെ, കണ്ടോ, അപ്പം തന്നെ നമുക്കൊരു എനർജിയും ഒരു പവറും ആകും. അതുകൊണ്ട് മക്കളെ സമയം കൊടുക്കണം, വില കൊടുത്ത് ഇത് തുറക്കണം, വചനം വായിക്കണം. ഓക്കെ, ഇപ്പൊ സിസ്റ്റർ എടുത്ത വചനമാണ്, അങ്ങയുടെ സന്നിധിയിൽ ആനന്ദത്തിന്റെ പൂർണ്ണതയുണ്ട്. അപ്പോൾ സന്തോഷവും സമാധാനവും ഒക്കെ വരണമെങ്കിൽ ആനന്ദം ഹയർ സ്റ്റേറ്റ് ആണ്, അതൊക്കെ കിട്ടുന്നത് ഈ ബൈബിളിൽ നിന്നാ, വചനത്തിൽ നിന്നാ. പഠിക്കോ, തുറക്കോ, പ്രോമിസ്. ഓക്കെ, ഈശോ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ വചനം തുറക്കണം, പഠിക്കണം, കുഞ്ഞു കുഞ്ഞു വചനങ്ങൾ പഠിക്കണം. പ്രത്യേകിച്ച് എൻ്റെ പ്രിയ മാതാപിതാക്കളോട് സിസ്റ്ററിന് പറയാനുള്ളത്, അവർ പഠിച്ചോളും, അവർ കണ്ടുപഠിച്ചോളും, ചെയ്തോളും എന്ന് പറഞ്ഞ് വിടരുത്. കുഞ്ഞു മക്കൾക്ക് നമ്മൾ തന്നെ ട്രെയിനിങ് കൊടുക്കണം, നമ്മൾ തന്നെ പരിശീലിപ്പിക്കണം. ഓക്കെ, അപ്പോൾ മാതാപിതാക്കൾക്കൊരു വലിയൊരു റോളുണ്ട്. അങ്ങനെ നിങ്ങളുടെ മക്കളൊക്കെ അസാധാരണമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന, ഈശോയെ ചേർത്ത് വെച്ച് നിങ്ങൾക്ക് അഭിമാനം കൊണ്ടുവരുന്ന മക്കളായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം ഈ പാട്ട് മറക്കാതെ പഠിക്കണം,
പഠിച്ച് നമുക്ക് വചനവും അധ്യായങ്ങളൊക്കെ ഭയങ്കര ഫെമിലിയർ ആകണം. ഓക്കെ, അപ്പൊ ഈശോ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. കുഞ്ഞുമക്കളുടെ ഹൃദയത്തിൽ എവിടെ തുറന്നാലും വചനത്തിന്റെ വിത്തുകൾ നിറയട്ടെ. ആ സിസ്റ്റർ പറഞ്ഞില്ലേ, 1 ഏക്കർ ഭൂമി ആ ഹൃദയത്തിന്റെ വയലിൽ എല്ലായിടത്തും ഒരു സ്പേസ് വിടാതെയൊക്കെ നിറച്ച് വെക്കാൻ മാതാപിതാക്കളെയും മക്കളെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ അനുഗ്രഹിക്കട്ടെ.